ഉണ്ണിമുകുന്ദൻ. ഇപ്പോൾ ഇത്രയും ശത്രുക്കൾ ഉണ്ടാകും കാരണം പുള്ളിയുടെ പടങ്ങൾ ഓടുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ആരും വയ്ക്കില്ല. അപ്പോൾ അവൻ്റെ പടങ്ങൾ ഓടരുത്. മാളച്ചേട്ടൻ, പപ്പുച്ചേട്ടൻ, മാമുക്കോയ ഇവരൊന്നും ഇല്ലാത്ത സിനിമ ഇനി ആ രീതിയിലോട്ട് ചെയ്യാൻ നെവർ. ആ ടാലൻ്റുള്ള ആരുണ്ട് ഇപ്പോൾ പറയും. 8 ഡിഫറെൻ്റാണ്. അതിലൊരെണ്ണം ഇപ്പം ഡിസ്കഷൻ കഴിഞ്ഞിട്ടിരിക്കുന്നു. എപ്പോൾ തുടങ്ങാം. അതൊരു ഫീമെയിൽ ഓറിയൻറ്റഡാണ്. എനിക്ക് ശോഭന ആണ് എൻ്റെ മനസ്സിലാക്കുക കഥാപാത്രം ചെയ്യാൻ, അല്ലെങ്കിൽ ആരെന്നുള്ള ഡയറക്ടറുമായിട്ടൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് ചർച്ച നടക്കുന്നു. നല്ല കമൻസ് ഇടുന്നവരും ഉണ്ട് കേട്ടോ, എല്ലാ മതസ്ഥത്തിലും. അതും പറയാം, നല്ല മാന്യമായിട്ട് കമൻറ്റ് ഇടുന്നവരുണ്ട്, കോമഡിയിൽ ഇടുന്നവരുണ്ട്. പക്ഷേ പെൺകുട്ടികളൊക്കെ ഓരോരുത്തർ പറയണ കേട്ടല്ലേ. സാർ ഒരുപാട് സ്റ്റോറീസ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് എപ്പോഴാണ് ഇനി സാറിൻ്റെ ഒരു പേരിലൊരു സിനിമ? അങ്ങനെയല്ല, ഒരു കോവിഡ് നമുക്ക് 2 രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഒന്ന്, ജീവിതം തകർത്തിട്ടുണ്ട് ഒരുപാട് പേരെ. ഇല്ല നമുക്ക് പറയാനേ പറ്റില്ല. ജീവിതം തകർത്ത ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ എനിക്കൊരു വലിയ ബിസിനസ് ഉണ്ടായിരുന്നു, കേറ്ററിംഗ് യൂണിറ്റ്. സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, ഹെവി ലോസ് ആയിരുന്നു. അപ്പം വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഗ്യാപ്പിൽ കുറേ സ്റ്റോറീസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം സെൽഫ് രജിസ്ട്രേഷൻ. നമ്മുടെ കയ്യിൽ നിന്ന് കഥകൾ പോകാൻ പാടില്ല. അപ്പോൾ സെൽഫ് രജിസ്ട്രേഷൻ എന്നൊരു സംഭവം നമ്മൾ ചെയ്ത് അതാണ് എവിഡൻസ്. അതായത് ടു വിനു കിരിയത്ത് ഫ്രം വിനു കിരിയത്ത് എന്നുകൊണ്ട് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ച് പാഴ്സൽ വരുമ്പോൾ വാങ്ങിച്ച് അലമാരിക്കകത്ത് വെച്ചിരുന്നത്. തുറക്കരുത്, ആവേശം മൂത്തിട്ട് അവിടെ ഇരിക്കും. ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും അതിനകത്ത് സീലുണ്ട്, ഡേറ്റ് ഉണ്ട്. ആ സാധനം കോടതിയുടെ മുമ്പിൽ തുറക്കുകയാണെങ്കിൽ അവർക്ക് അതിലപ്പുറം ഒരു എവിഡൻസ് ഇല്ല. അങ്ങനെ ഒരു 8 സ്റ്റോറിയോളം, 8 ഡിഫറെൻ്റാണ്. അതിലൊരെണ്ണം ഇപ്പം ഡിസ്കഷൻ കഴിഞ്ഞിട്ടിരിക്കുന്നു. എപ്പോൾ തുടങ്ങാം. അതൊരു ഫീമെയിൽ ഓറിയൻറ്റഡാണ്. എനിക്ക് ശോഭന ആണ് എൻ്റെ മനസ്സിലാക്കുക കഥാപാത്രം ചെയ്യാൻ, അല്ലെങ്കിൽ ആരെന്നുള്ള ഡയറക്ടറുമായിട്ടൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് ചർച്ച നടക്കുന്നു. അതായിരിക്കും അടുത്തത് ചെയ്യുന്നത്. അതിലെങ്ങനെ സാറിൻ്റെ ആ ഒരു പഴയ ഒരു ജോണറിലേക്ക് അല്ല, ആ ജോണറിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചാൽ അത് അറിയേണ്ട ഒരു മെസ്സേജാണ്. ജഗതി, അമ്പിളിച്ചേട്ടൻ, ഒടുവിലേട്ടൻ, ശങ്കരാടി ചേട്ടൻ, മാളച്ചേട്ടൻ, പപ്പുച്ചേട്ടൻ, മാമുക്കോയ ഇവരൊന്നും ഇല്ലാത്ത സിനിമ ഇനി ആ രീതിയിലോട്ട് ചെയ്യാൻ നെവർ. ആ ടാലൻ്റുള്ള ആരുണ്ട് ഇപ്പോൾ പറയും. ഈവൻ മുകേഷ് ചെയ്ത കോമഡി ചെയ്യാൻ ഇന്ന് ആരുണ്ട്? ഇപ്പം ഞാൻ മാട്ടുപ്പെട്ടി മച്ചാൻ പാർട്ട് 2 എടുക്കുകയാണെങ്കിൽ എനിക്ക് ജഗതിയും വേണം, ഒടുവിലും വേണം. രണ്ടുപേരും. ജഗതി ചേട്ടൻ ഉണ്ട്, പറ്റില്ല. മുകേഷിൻ്റെ ക്യാരക്ടർ ആര് ചെയ്യും? സാർ അതിനൊരു കാരണം നമ്മുടെ ജീവിതം ഇപ്പം ഒരുപാട് മാറിയില്ലേ ഓരോരോ അത് മനുഷ്യരും. ആ പാറ്റേൺ ഓഫ് ഫിലിം പറ്റാതെ ഇപ്പോഴത്തെ പാറ്റേണിലേക്കുള്ള സബ്ജക്റ്റുകൾ നമ്മളൊരു സിനിമ കാണണം. ഇപ്പോഴത്തെ സിനിമകൾ മാക്സിമം കണ്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ട് കേട്ടതുകൊണ്ട് ആരെയും പുറകെ പോകാൻ പറ്റില്ല. 45 പടം ചെയ്തിട്ടുണ്ട്. ആ കോൺഫിഡൻസ് ഉള്ള ആരെങ്കിലും വരികയാണെങ്കിൽ 100% സംസാരിക്കുന്നതിൽ തെറ്റില്ലല്ലോ. എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, കഥകളെല്ലാം കേൾക്കണം താരങ്ങൾ. ഉണ്ണിമുകുന്ദൻ. ഇപ്പോൾ ഇത്രയും ശത്രുക്കൾ ഉണ്ടാകും കാരണം പുള്ളിയുടെ പടങ്ങൾ ഓടുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ആരും വയ്ക്കില്ല. അപ്പോൾ അവൻ്റെ പടങ്ങൾ ഓടരുത്. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ണിമുകുന്ദൻ്റെ മതത്തിലുള്ളവരുണ്ടല്ലോ എതിർക്കാൻ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടകരമാണ്. ആരെയും എതിർക്കണ്ടെന്നേ. ഉണ്ണി ആരെങ്കിലും ഉപദ്രവിച്ച് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ അയാളുടെ വഴിക്ക് വിട്ടുകൂടെ തന്നെ. അപ്പം അത് ഈ സോഷ്യൽ മീഡിയയ്ക്കൊരു നിയന്ത്രണം അത്യാവശ്യമായിട്ട് വരേണ്ടിയിരിക്കുന്നു. ആൾക്കാർ കണ്ടാൽ മതിയല്ലോ, കമൻ്റ് ഇടണം നിർബന്ധമൊന്നും. പത്രം വായിക്കുന്നവന് കമൻ്റ് ഇടാൻ പറ്റുമോ? പത്രം വായിച്ചിട്ട് ചുരുട്ടിയോടെ വയ്ക്കാനൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കാനേ വെക്കുള്ളൂ. ഇതിന് കമൻ്റ് ഇടുന്ന ആ സിസ്റ്റം ഒന്ന് മാറ്റണം. കാരണം നമ്മൾ വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മയും തെറി കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം നോക്കാറില്ല. നല്ല കമൻസ് ഇടുന്നവരും ഉണ്ട് കേട്ടോ, എല്ലാ മതസ്ഥത്തിലും. അതും പറയാം, നല്ല മാന്യമായിട്ട് കമൻറ്റ് ഇടുന്നവരുണ്ട്, കോമഡിയിൽ ഇടുന്നവരുണ്ട്. പക്ഷേ പെൺകുട്ടികളൊക്കെ ഓരോരുത്തർ പറയണ കേട്ടല്ലേ. അതിനൊക്കെ അതിശക്തമായിട്ടുള്ള നിയമം വരും തോന്നുന്നു. എനിക്ക് തോന്നുന്നത് അതിനൊരു നിയമം കൊണ്ടുവരും. അപ്പോൾ സാറിൻ്റെ സിനിമ ഇനിയിപ്പോൾ നമുക്ക് മലയാളികൾക്ക് എപ്പോഴാണൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റും? എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ എനിക്ക് പ്രതീക്ഷയ്ക്ക് ഒരു കുറവുമില്ല. പക്ഷെ നല്ലൊരു നിർമ്മാതാവ് വരണം. സിനിമ എടുക്കാൻ വേണ്ടി വരുന്ന നിർമ്മാതാവായിരിക്കണം. ദുരുദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ഇതുവഴി എനിക്ക് വേറെ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ എന്ന് വിചാരിച്ചിട്ടല്ലാതെ നല്ലൊരു കലാകാരൻ, സിനിമ. പിന്നെ വിജയവും പരാജയവും ഫസ്റ്റ് ഡേ തിയേറ്ററിലെ ഓഡിയൻസിൻ്റെ റെസ്പോൺസാണ്. ഗ്യാരൻറ്റി ചെയ്തുകൊണ്ട് ആർക്കും സിനിമ എടുക്കാൻ പറ്റില്ല. സബ്ജക്റ്റുകൾ ഒന്നാരുണ്ടോ നമ്മൾ പറയുന്നു, ഇഷ്ടമുള്ളത് തീരുമാനിച്ച് ചെയ്താൽ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ശ്രമിക്കണം. സിനിമ ഒരിക്കലും ഒരാളുടെ കഴിവൊന്നുമല്ല കേട്ടോ, എല്ലാവരുടെ കഴിവ്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന മുഴുവൻ ഇദ്ദേഹം ക്യാമറയിൽ പകർത്തുന്നുള്ളത് നമുക്കറിയില്ല. പുള്ളിയുടെ കോൺഫിഡൻസാണ് അത്, ഔട്ട് ഓഫ് ഫോക്കസ് അല്ലാന്നും നമ്മൾ പറയുന്നത്. ഓഡിയോ കിട്ടും, എല്ലാം പുള്ളി ശ്രദ്ധിക്കുന്നുണ്ട്, ഇവർ ലൈറ്റ് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിലാണിത്. അതിൽ തിയേറ്ററുകാരൻ വരെ ഉണ്ട്,
അവൻ കൊടുക്കുന്ന തിയേറ്ററിലെ ഫെസിലിറ്റിയാണ് ഒരു പരിധി വരെയും നമ്മളെ അവിടെ ഇരുത്തുന്നത് അല്ലേ. അതെ സർ. എത്ര നല്ല സിനിമയാണ്, കോമഡി പടമാണെങ്കിലും ചൂട് സഹിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോകും. കറണ്ട് പോകും, AC വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം എന്ത് പറ്റും, ആ തിയേറ്ററിലെ AC കൊള്ളാമെങ്കിൽ നമ്മൾ പോവും. ഇത്തിരി മോശം സിനിമയാണെങ്കിലും കുറച്ച് നേരം കൂടെ ഇരുന്ന് കാണാൻ വിചാരിക്കും. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള യുവ തലമുറയ്ക്ക് ചെയ്യാവുന്ന കുറേ 8 സബ്ജക്റ്റിൽ 4-5 അത് തന്നെയാണ്. അപ്പോൾ അതിന് 1-2 പേര് ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്, വരട്ടെ. ഇതിന് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്, അത് നടക്കേണ്ടപ്പം നടക്കും. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് സന്തോഷിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. വരാനുള്ളത് വഴി തങ്ങില്ല. എത്രയും പെട്ടെന്ന് സാറിൻ്റെ സിനിമ പൂർത്തിയാവട്ടെ, അത് കാണാനുള്ള ഭാഗ്യം മലയാളികൾക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.